അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഒമാനിലെ വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ട 3 ആളുകളെയും ഖബറടക്കിയൊരു വാർത്ത ഞാൻ വായിച്ചപ്പോൾ ആ വാർത്തയിൽ ഞാൻ കണ്ടൊരു വാചകം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൽ മരണപ്പെട്ട യൂസുഫ് എന്ന പേരൊരാളുണ്ട്. തൃത്താല പട്ടാമ്പി ഭാഗത്തുള്ള ഒരാൾ, കുറ്റ്നാട് ഭാഗത്തുള്ള ഒരാൾ. ആ യൂസുഫ് സ്വന്തം ഉമ്മാനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണത്രേ അപകടത്തിൽപ്പെട്ടത്. യൂസഫിനെയും ഒരു ഉമ്മ റംലയെയും ഇന്നലെയാണ് ഒമാനിൽ കബറടക്കിയത്. അപ്പോൾ ഈ യൂസഫിൻ്റെ ഭാര്യ മക്കളൊക്കെ ഉമ്മൊക്കെ വാഹനത്തിലുണ്ട്. ആ അപകടം നടന്ന് ഇവരുടെ വാഹനം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ മക്കളെ രക്ഷപ്പെടുത്തി, ഭാര്യയെ രക്ഷപ്പെടുത്തി, അങ്ങനെ ഉമ്മ ഇത് പോണത് കണ്ടപ്പോൾ ഉമ്മാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ യൂസഫും അപകടത്തിൽപ്പെട്ടത്. ആ പൊന്നു മോന് സ്വന്തം ജീവനേക്കാൾ വില നൽകിയത് ഉമ്മാനെയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ പടച്ചോനെ, ആ മകൻക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ? സ്വന്തം ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുക. ഒപ്പം ഇവരുടെ കൂടെ മരണപ്പെട്ട ഷംലയൊക്കെ ഇവരുടെ കുടുംബ സുഹൃത്താണ്. ആ ഒരു വാഹനത്തിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, 2 മക്കളുണ്ട്. അവരുടെ മുന്നിൽ നിന്നാണ് ആ വെള്ളപ്പൊക്കത്തിൽ അവർ ദയനീയമായിട്ട് മരണത്തിന് കീഴടങ്ങിയത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു മുഖം, ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ, അങ്ങനെ പോയൊരു യാത്രയാണ്. അപ്പോൾ ഞാൻ ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ മകൻ അപകടത്തിൽപ്പെട്ടു എന്ന് ഓർത്തപ്പോൾ നമ്മൾ പഠിച്ചൊരു പാഠാണ്. ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം. ആ ഉമ്മാക്ക് വേണ്ടി ജീവൻ ത്യജിച്ചൊരു മകൻ. ആ 2 ചെറിയ മക്കൾ, ഷംലയുടെ മക്കൾ, ഉമ്മാനെ വിളിച്ച് 32-33 വയസ്സേ ഈ ഷംലക്കുള്ളൂ. അപ്പോൾ മക്കൾ ചെറിയ മക്കളായിരിക്കും. അള്ളാഹു ആ മക്കൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. അപ്പോൾ അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വളരെ ഗൗരവപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 25-26 ദിവസമായി. ഇതുവരേക്കും 5500ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കാരണം കനത്ത ചതിയാണ് ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേൽ നടത്തുന്ന ചതി എന്ന് പറഞ്ഞാൽ ഇന്നടക്കം അവരുടെ ഇറാനിലെ ആണവ നിലയങ്ങളിലേക്ക് ഇസ്രയേൽ ബോംബിട്ടുണ്ട്. അങ്ങനെ ബോംബിടാൻ പാടില്ല. തൽക്കാലം അത്തരം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക്, ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടത്തില്ല എന്ന് ഇസ്രയേലും അമേരിക്കയും പറഞ്ഞിട്ടുമാണ് ചതിയന്മാരായ ഈ ജൂതന്മാർ, ചതിയന്മാരായ ഇസ്രയേൽ ഇന്ന് രാവിലെ ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രത്തിലേക്ക് ബോംബിട്ടത്. 5500ഓളം ആളുകളാണ് ഇതുവരെ യുദ്ധത്തിൽ മരണപ്പെട്ടത്. അതിൽ 3320ഓളം ആളുകൾ ഇറാനിൽ, 1000ഓളം ആളുകൾ ലെബനാനിൽ, 100 ആളുകൾ ഇറാഖിൽ, 16ഓളം ആളുകൾ ഇസ്രായേലിലൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളടക്കം 5500 ആളുകൾ മരണപ്പെട്ടതിൽ 170ഓളം ആളുകൾ കുട്ടികൾ മാത്രമാണ്. ഇറാൻ്റെ ഒഫീഷ്യൽ രേഖപ്രകാരം ഇറാനിൽ ഒരു 1300 ആളുകളെ മരണപ്പെട്ടുള്ളൂ. പക്ഷെ ശക്തമായ ആക്രമണമാണ് ഇറാൻക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുദ്ധം 5 ദിവസം നിർത്തിവെക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാവും. ഞാനും സന്തോഷിച്ചു. കാരണം യുദ്ധം നീണ്ടുപോയാൽ നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. കാരണം പാചകവാതക ക്ഷാമം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം നമ്മുടെ നടുവൊടിയും. ആ സമയത്താണ് യുദ്ധം 5 ദിവസത്തിന് നിർത്തിവെക്കാന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പടച്ചോനെ നല്ല. അപ്പോൾ ഇറാൻ പറഞ്ഞു അങ്ങനെ ഇല്ലയെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എന്താ ഇറാൻ അങ്ങനെ പറയാൻ കാരണം, അതൊരു ചതിയായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിലെ ചതി. എന്തിന് ചതി? അവർക്ക് അയോൺ ഡോമൊക്കെ അവരെ തീർന്നു, അതായത് വ്യോമ പ്രതിരോധ ആയുധങ്ങൾ തീർന്നു. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 5 ദിവസത്തെ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ചതിയന്മാരായ അമേരിക്കയും ഇസ്രയേലും കൂടി എന്ത് തീരുമാനിച്ചത്? യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിക്കാൻ. ഇറാൻ ആ ചതിയിൽ വീണില്ല. ഇറാന് പറഞ്ഞു ഞങ്ങൾ ഈ വിജയം കണ്ടിട്ടല്ലാതെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല. ഇന്ന് ട്രംപ് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു. മൂപ്പരണ്ട് തീരുമാനിക്കുകയാണ് ഞങ്ങൾ യുദ്ധം ജയിച്ചു, അണുവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് നേരത്തെയും സമ്മതിച്ച കാര്യമാണ്, മോദിയെയും വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഞങ്ങളൊരു തീരുമാനം എടുത്തത് മൂപ്പര് തന്നെ സ്വയം പറയാണ്. എന്നിട്ട് മൂപ്പര്
ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിലെയും അമേരിക്കയിലെയും ചതി 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ആയുധങ്ങൾ സംഭരിക്കുകയും കൊണ്ടുവരികയും ചെയ്യാണ്. എന്നിട്ട് മുച്ചൂടം മുടിക്കാനാണ്, ഇറാനെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കാനാണ്. ഇന്ന് ആണവോർജ്ജ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനു മുൻപും ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ തിരിച്ചതേപോലെ ആണവോർജ്ജ കേന്ദ്രത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. ഇറാൻ ആക്രമണം നടത്തുമ്പോൾ വലിയ വാർത്തയാണ്, ഇറാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഒരു മതകീയ ഭരണകൂടമാണ്. ജൂതന്മാർ ആക്രമിക്കുമ്പോൾ എന്താണ് ഒരു മതകീയ ഭരണകൂടം എന്ന് പറയാത്തത്? ഇസ്രായേൽ എന്ന രാജ്യം ഒരു ജൂതരാഷ്ട്രമാണ്. ഒരു ഒഫീഷ്യൽ മതം ജൂതമതമാണ്. 1948 സ്ഥാപിച്ച രാജ്യമാണ്. പക്ഷേ ജൂതന്മാർ ആക്രമിക്കുമ്പോൾ, ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അത് ജൂത ആക്രമണമാണെന്ന് പറയാതിരിക്കുകയും ഇറാൻ ആക്രമിക്കുമ്പോൾ അതൊരു മുസ്ലിം ആക്രമണമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാപട്യമാണ്. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളൊക്കെ മിണ്ടാതിരിക്കുക. ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, സൗദി അറേബ്യയും UAEയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒപ്പം ചേർന്നിട്ട് ഇറാൻ ആക്രമിക്കാൻ പോകുക എന്നുള്ളതാണ്. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അത്തരമൊരു തീരുമാനങ്ങളൊന്നും ഭരണകൂടത്തിന് തോന്നാതിരിക്കട്ടെ. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ലോകം നശിക്കും. ഇത് ആ 2 രാജ്യങ്ങളോ 3-4 രാജ്യങ്ങളോ മാത്രമല്ല. ഇപ്പം തന്നെ 12 ലിറ്റർ തരേണ്ട പാചകവാതകം 10 ലിറ്ററാക്കി ചുരുക്കിയിട്ടാണ് തരുന്നത്. കാരണം വില കൂട്ടാൻ മാർഗമില്ല. വില കൂട്ടിയിട്ട് ആളുകളുടെ എതിർപ്പ് വാങ്ങേണ്ട തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കോ, കേരളം, പല സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ടും ഈ യുദ്ധം നീണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മിസൈൽ പോലെയുള്ള വില ഉയരും. ഈ സാധനങ്ങൾക്കൊക്കെ പാചകവാതകം, കരിഞ്ചന്തയിൽ സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ നേരിട്ട് ഹോട്ടലിൽ പോയപ്പോൾ ഹോട്ടലിലും പറയണം, ഞാൻ ചോദിച്ചു ഗ്യാസ് ഉണ്ടാകുന്ന ചോദിച്ചു. ഗ്യാസൊന്നുമില്ല, കരിഞ്ചന്തയിൽ സാധനങ്ങൾ കിട്ടും. നമ്മൾ കാശിന് ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി ഇവിടെ ഗ്യാസ് കുറ്റി ഇവിടെ വരും. അപ്പോൾ എവിടുന്നാണ് ഈ സാധനം കിട്ടുന്നത്? ലഭ്യതയുടെ കുറവാണെങ്കിൽ കരിഞ്ചന്തയിലും കിട്ടാതിരിക്കണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യം. ഇസ്രായേലിലെ ചതി, അമേരിക്കയുടെ ചതി ആ രാജ്യത്തെ തകർക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ആക്രമണത്തിൽ തന്നെ 100 ആളുകൾ ഇറാനിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജനം എന്താ ആഗ്രഹിക്കുന്നുണ്ടാവുക? യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടാനല്ലേ? പക്ഷേ ചരിത്രത്തിൽ എടുത്തു നോക്കുക, ജൂതന്മാർ ചതിയന്മാരാണ്. അവർ എല്ലാ ജനവിഭാഗങ്ങളും ചതിച്ചിട്ടേ ഉള്ളൂ. മുമ്പ് അവരെ ഓരോ ഭരണകൂടങ്ങളെയും ജൂതരെ കൊന്നൊടുക്കിയിരുന്നു, പിന്നെ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കിയിരുന്നു, ഹിറ്റ്ലർ കൊന്നൊടുക്കിയിരുന്നു. ഇവർക്ക് പണ്ടും സംരക്ഷണം കൊടുത്തിരുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അവരുടെ പ്രധാന ശത്രുക്കൾ ആരാണ്? മുസ്ലിങ്ങളായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. എന്തായാലും യുദ്ധം വേഗത്തിൽ അവസാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണെന്നുള്ളതാണ്. 1948 സ്ഥാപിതമായ ഈ രാജ്യത്ത് ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവിടേക്ക് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് ആരാന്നറിയോ? നരേന്ദ്രമോദിയാണ്. അതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേൽ മണ്ണിലേക്ക് കാലുകുത്തിയിട്ടില്ല. എന്നാൽ പലസ്തീൻ നേതാക്കളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തി ചെയ്തിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നതോടെ അതൊക്കെ മാറി, നമ്മുടെ നയങ്ങൾ മാറി. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് പോയത് നരേന്ദ്രമോദിയാണ്. ഏത് ഭാഷയാണ് ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ ഭാഷ? ഞാൻ 2-3 ഭാഷ പറയാം. അതിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയുത്തരം കണ്ടെത്തുക. 1 അറബിക് ഭാഷ, 2 അറാമിക് ഭാഷ, മറ്റൊന്ന് ഹിബ്രു ഭാഷ. ഇതിൽ ഏതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ഭാഷ ഏതാണ്? അവിടെ മുസ്ലിങ്ങളുണ്ട്, ദ്രൂസികളുണ്ട്, വ്യത്യസ്ത വിഭാഗക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളും അതില്ലാത്ത ആളുകളും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, പല ജാതി ആളുകളുണ്ട്. പക്ഷെ അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.